ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു ATM അഞ്ജു ടോക്സ് മണി. സോ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചു. എല്ലാവരും അറിഞ്ഞില്ലേ? 4.25 നിന്നും 4% വാട്ട് ഇസ് ദ മീൻ ഫോർ ദ എക്കണോമി ആൻഡ് ഇസ് എ ഗുഡ് ഓർ ബാഡ്? ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. സോ ഓഗസ്റ്റ് 7 ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് റെഡ്യൂസ് ചെയ്ത ബേസ് റേറ്റ് ഓഫ് 0.25%. ബേസ് റേറ്റ് എന്നത് ഇൻട്രസ്റ്റ് റേറ്റിന്റെ ഫൗണ്ടേഷൻ ആണ്. ഇത് മോർട്ടേജസ്, ലോൺസ്, ക്രെഡിറ്റ് കാർഡ് എല്ലാത്തിനും എഫക്റ്റ് ചെയ്യും. അപ്പം നമുക്ക് ഫസ്റ്റ് ഇതിന്റെ ഗുഡ് സൈഡ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് തിങ്, ചീപ്പ് ബോറോവിങ് വേരിയബിൾ അല്ലെങ്കിൽ ട്രാക്ക് മോർട്ടേജ് ഉള്ളവർക്ക് മന്ത്ലി പേയ്മെന്റ് കുറയും. ഒരു ആവറേജ് £29 എങ്കിലും നിങ്ങൾക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. സെക്കൻഡ് തിങ്, ബിസിനസ് ബൂസ്റ്റ് ചെയ്യും. ലോൺ ചീപ്പായി കഴിഞ്ഞാൽ കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യാനും കൂടുതൽ ആൾക്കാരൊക്കെ ഹയർ ചെയ്യാനും ഇതിന് വളരെ ചാൻസ് ഉണ്ട്. തേർഡ് തിങ്, ഹെൽപ്പ് ഫോർ ഹോം ബയേഴ്സ്. സോ മോർട്ടേജ് റേറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ വീട് വാങ്ങാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ഇത് നല്ലൊരു ബെനിഫിറ്റ് ആണ്. നാലാമത്തെ കാര്യം, കോൺഫിഡൻസ് ബൂസ്റ്റ്. ഡെപ്റ്റ് മാനേജബിൾ ആണെന്ന് തോന്നുമ്പോൾ ആളുകൾ സ്പെൻഡ് ചെയ്യാൻ തയ്യാറാവുകയും എക്കണോമി ഗ്രോ ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ഇനി നമുക്ക് ഇതിന്റെ ബാഡ് സൈഡ് എന്താണെന്ന് നോക്കിയാലോ. ലെറ്റ്സ് ഫോളോ മീ. ഇൻഫ്ലേഷൻ റിസ്ക് ഉള്ളപ്പോൾ UK ഇൻഫ്ലേഷൻ ഏകദേശം 3.6% ആണ്. സെപ്റ്റംബർ 4% വരെ പോകാം. ചീപ്പർ ബോറോവിന് കൂടുതൽ സ്പെൻഡ് ചെയ്യാനും ഇത് പ്രൈസ് കൂട്ടാനും ചാൻസ് ആണ്. വീക്ക് പൗണ്ട് ആവും. GBP വാല്യൂ കുറയുമ്പോൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഫുഡ്, ഫ്യൂവൽ എല്ലാത്തിനും പ്രൈസ് കൂടാൻ ചാൻസ് ആണ് ഉള്ളത്. ബാഡ് ഫോർ സേവേഴ്സ്. സേവിങ് അക്കൗണ്ടിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുകയും അതുപോലെ സേവ് ചെയ്യുന്ന മണി ലൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഡെപ്റ്റ് ഒരു ഡേഞ്ചർ ആകാൻ ചാൻസ് ഉണ്ട്. ചീപ്പ് ലോൺസ് ആകുമ്പോൾ കൂടുതൽ ആൾക്കാർ ബോറോ ചെയ്യും. ഇത് ഡെപ്റ്റ് ട്രാപ്റ്റിലേക്ക് എത്തിക്കാനും ചാൻസ് ഉണ്ട്. സോ കളിക്കുമ്പോൾ സൂക്ഷിച്ച് കളിക്കുക. അപ്പം എന്തിനാണ് ബാങ്ക് ഇങ്ങനെ ചെയ്തതെന്ന് നോക്കണ്ടേ? കാരണം എക്കണോമി സ്ലോ ആവുകയാണ്. അൺഎംപ്ലോയ്മെന്റ് 4.7%. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ ഒരു കാൽക്കുലേറ്റർ റിസ്ക് എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ കൂടിയാൽ റിസഷൻ അവോയ്ഡ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് അവരിപ്പോൾ ഈ ഒരു ഡിസിഷൻ എടുത്തിരിക്കുന്നത്. സോ ഇൻ ഷോർട്ട്, ഇത് എക്കണോമിക് ഒരു എനർജി ഡ്രിങ്ക് പോലെയാണ്. ക്വിക്ക് ബൂസ്റ്റ് ചെയ്യും, ബട്ട് ടു മച്ച് സൈഡ് എഫക്റ്റ് ഇതിലുണ്ടാകും. സോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? സ്മാർട്ട് മൂവ് ആണോ, റിസ്കി ഗാംബ്ലിംഗ് ആണോ? കമൻറ്റ് ചെയ്യുക. സോ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മോർ ഈസി മണി ടോക്സ് ആയിട്ട് അഞ്ജു ടോക്സ് മണി ഇനിയും വരുന്നതായിരിക്കും.